ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസൻ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ബോണിയാണ്. അപ്പോൾ കഥാസാഗരം എന്താണെന്ന് ഒന്ന് പറഞ്ഞേക്കാം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിൽ ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരും. മുതിർന്നവരും കുട്ടികൾക്ക് ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബീഹാറിൽ നിന്നുള്ള നാടോടി കഥയാണ്. ഒരു ചെറിയൊരു കഥയാണ്, പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ ആ കഥ ഇങ്ങനെയാണ്, കേട്ടോളൂ. ഒരിക്കൽ പാടലിപുത്രത്തിനടുത്ത് ശാന്താറാം എന്നും ശാന്തയെന്നും പേരുള്ള ദമ്പതികൾ താമസിച്ചിരുന്നു. വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് അവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ മക്കളില്ലാത്തതിൻ്റെ മനോവിഷമം അവർക്കുണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടമ്മയായ ശാന്ത വീടിൻ്റെ ചായ്പിൽ ഒരു പാമ്പിൻ കുഞ്ഞിനെ കണ്ടു. മുട്ടയിൽ നിന്നും വിരിഞ്ഞിട്ടേ ഉള്ളൂ അത്. അവർക്കതിനോട് വല്ലാത്ത സ്നേഹം തോന്നി. മക്കളില്ലാത്ത തനിക്ക് ഈശ്വരൻ തന്ന കുഞ്ഞാണത് എന്നവൾ മനസ്സിൽ കരുതി. ഭർത്താവുമായി ആലോചിച്ച ശേഷം പാമ്പിൻ കുഞ്ഞിനെ വളർത്താൻ തന്നെ അവൾ തീരുമാനിച്ചു. അങ്ങനെ ശാന്താറാമിൻ്റെയും ശാന്തയുടെയും മകനായി പാമ്പിൻ കുഞ്ഞ് ആ വീട്ടിൽ വളർന്നു വന്നു. കാലങ്ങൾ കഴിഞ്ഞതോടെ കുഞ്ഞു പാമ്പ് ഒരു ഉഗ്രൻ സർപ്പമായി വളർന്നു. അപ്പോൾ ശാന്ത ഭർത്താവിനോട് പറഞ്ഞു, ദാ നോക്കണം, നമ്മുടെ മകൻ വളർന്നു കഴിഞ്ഞു, നമുക്കിവന് ഒരു വധുവിനെ കണ്ടുപിടിക്കണം. പാവം ശാന്താറാം അയാൾ അന്തം വിട്ടുപോയി. പാമ്പിന് എവിടെ നിന്നാണ് പെണ്ണ് കിട്ടുക? പക്ഷേ ഭാര്യയുടെ കണ്ണീരും നിലവിളിയും ഒക്കെ കൊണ്ട് മനസ്സലിഞ്ഞ അയാൾ ആരെങ്കിലും ഒരു പെണ്ണിനെ പാമ്പിന് ഭാര്യയായി തരുമോ എന്നറിയാൻ യാത്ര പുറപ്പെട്ടു. പോയി ശാന്താറാം തൻ്റെ സുഹൃത്തായ സീതാറാമിൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. വളരെ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയ ആ ചങ്ങാതിമാർക്കുണ്ടായ സന്തോഷം അതിരില്ലാത്തതായിരുന്നു. തൻ്റെ മകന് ഒരു വധുവിനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് താനെന്ന് ശാന്താറാം പറഞ്ഞു. അത് കേട്ട് സീതാറാം പറഞ്ഞു, ചങ്ങാതി, എങ്കിൽ ഇനി നീ യാത്ര മതിയാക്കാം. എൻ്റെ മകൾ സുവർണ തന്നെ ആയിരിക്കും നിന്റെ പുത്രവധു. നിന്നെപ്പോലെ ഒരാളിൻ്റെ മകൻ അവൾക്ക് അനുയോജ്യമായിരിക്കും. അങ്ങനെ ശാന്താറാം മകന് വിവാഹം ഉറപ്പിച്ച് തിരികെ നാട്ടിലേക്ക് യാത്രയായി. കല്യാണപ്പന്തലിൽ വെച്ചാണ് ശാന്താറാമിൻ്റെ മകൻ ഒരു പാമ്പാണെന്ന് സീതാറാമും കൂട്ടരും അറിഞ്ഞത്. ആകെ ബഹളമായി. പാമ്പിൻ്റെ ഭാര്യയാകാൻ എൻ്റെ മോളെ കിട്ടില്ല, സീതാറാം അലറി. ശാന്താറാം തകർന്നുപോയി. എന്തെല്ലാം അപമാനമാണ് സഹിക്കേണ്ടി വരുന്നത്. ശാന്തയുടെ കാര്യമായിരുന്നു അതിലും കഷ്ടം. അവർ ശരിക്കും മോഹാലസ്യപ്പെട്ട് വീണുപോയി. മകനോടുള്ള സ്നേഹം അവർക്കത്ര ആഴത്തിലുള്ളതായിരുന്നു. ഒടുവിൽ മണവാട്ടിയായി ഒരുങ്ങി നിന്ന സുവർണ തന്നെ മുന്നോട്ട് വന്നു. പാമ്പിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ തയ്യാറാണെന്ന് അവൾ അറിയിച്ചു. ഈ അച്ഛനും അമ്മയ്ക്കും ഇത്രയും കാലം ഒരു പാമ്പിനെ മകനായി സ്നേഹിച്ച് വളർത്താമെങ്കിൽ എനിക്കവരുടെ മരുമകളാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അവളുടെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. കല്യാണവും നടന്നു. പാമ്പിൻ്റെ ഭാര്യയും സാവധാനം അതിനെ സ്നേഹിച്ചു തുടങ്ങി. ഒരു രാത്രിയിൽ സുവർണ ഉറക്കമുണർന്നപ്പോഴുണ്ട് അടുത്തായി ഒരു സുന്ദര പുരുഷൻ നിൽക്കും. ആരാണ് നിങ്ങൾ? എൻ്റെ മുറിയിൽ എന്തിനു വന്നു? അവൾ അലറി വിളിച്ചു. അപ്പോൾ യുവാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുവർണേ, നിന്റെ ഭർത്താവാണ് ഞാൻ. ഇത്രയും കാലവും ഒരു മുനിശാപത്താലാണ് ഞാൻ പാമ്പായി കഴിഞ്ഞത്. അകമഴിഞ്ഞ സ്നേഹം ലഭിച്ചാൽ മനുഷ്യജന്മം തിരികെ ലഭിക്കുമെന്ന് മുനി അന്നേ പറഞ്ഞിരുന്നു. അച്ഛനും അമ്മയും എന്നെ വളരെ വളരെ സ്നേഹിച്ചു. നീയും കൂടി എന്നെ സ്നേഹിച്ചതോടെ എനിക്ക് വീണ്ടും മനുഷ്യരൂപം തിരിച്ചു കിട്ടിയിരിക്കുന്നു. എല്ലാം എൻ്റെ ഭാഗ്യം. ശാന്താറാമും ശാന്തയും അപ്പോഴേക്കും ഉണർന്നു. കാര്യങ്ങളറിഞ്ഞ് അവർ വളരെയേറെ സന്തോഷിച്ചു. സ്നേഹത്തിൻ്റെ മഹാശക്തിയെ തിരിച്ചറിഞ്ഞ ആ കുടുംബം കൂടുതൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു. ഇത്രയുമാണ് കഥ. അപ്പോൾ നിങ്ങൾ കഥ കേട്ടു. സ്ഥിരം നാടോടി കഥകളുടെ ഒരു പാറ്റേൺ. ഇതേ ശൈലിയിലുള്ള പല കഥകളും ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്. എന്തായാലും കഥയിലെ പോലെ നമുക്ക് പാമ്പിനെ ഒന്നും എടുത്ത് വളർത്താൻ സാധിക്കില്ല.
വിഷമുള്ള പാമ്പിനെ പ്രത്യേകിച്ച്. അങ്ങനെയൊക്കെ പലരും ചെയ്ത് ആപത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. പാമ്പിനെയൊക്കെ വളർത്തുന്നത് അപകടം പിടിച്ചൊരു ഏർപ്പാടാണ്. മൃഗശാലയിലും മറ്റുമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് അവിടെ ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നോക്കാനും വളർത്താനും ഒക്കെ. അപ്പോൾ കഥയിൽ വലിയ ചോദ്യങ്ങളില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് കഥയിൽ അവസാനം പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഒരു ശക്തിയാണ്. കഥയിൽ പാമ്പ് മനുഷ്യനായി മാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ആ സ്നേഹം കൊണ്ടാണ് തിരികെ എനിക്ക് മനുഷ്യരൂപം സ്വീകരിക്കാൻ പറ്റിയത്. അപ്പോൾ സ്നേഹത്തിന് വലിയൊരു ശക്തി ഉണ്ടെന്നൊക്കെ ഈ കഥ കാണിച്ചു തരികയാണ്. എല്ലാവരും സ്നേഹിച്ചപ്പോൾ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ രൂപം തിരിച്ചു കിട്ടി. അതൊക്കെ തന്നെ മനുഷ്യരുടെ കാര്യവും. സ്നേഹം കൊണ്ട് പലരെയും നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും, തോൽപ്പിക്കാൻ കഴിയും, മാറ്റാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചില തത്വങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നത്. സ്നേഹത്തിൻ്റെ പ്രാധാന്യം, സ്നേഹത്തിൻ്റെ ശക്തി, ഇതൊക്കെയാണ് ഈ കഥ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇനി കുട്ടികളെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ്. പല മാതാപിതാക്കളും പറയുന്നത് കേൾക്കാം, എൻ്റെ കുട്ടി അത്ര ബുദ്ധിമാനല്ല, അല്ലെങ്കിൽ ബ്രില്യൻ്റ് അല്ല എന്നൊക്കെ. അതിൽ പലപ്പോഴും ഒരു താരതമ്യപ്പെടുത്തലുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് ഇനി സ്കൂൾ തുറക്കാൻ പോകുന്നു, അതുകൊണ്ട് കൂടിയാണ്. എപ്പോഴും അടുത്ത വീട്ടിലെ കുട്ടിയോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടികളുമായിട്ടൊക്കെ അവൻ അത്ര ബ്രില്യൻ്റ് അല്ല, അല്ലെങ്കിൽ അവൻ അത്ര ബുദ്ധിമാനല്ല എന്നൊക്കെ പറയാറുണ്ട്. അവൻ പഠിക്കാൻ അത്ര പോരാ. ഇന്നത്തെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ലോകമാണ്. അതായത് എല്ലാത്തിനും മത്സരമാണ്. കുട്ടികൾ തമ്മിലും എല്ലാം മൊത്തത്തിലൊരു മത്സരത്തിൻ്റെ ഒരു ത്വര എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മത്സരത്തിൻ്റെയൊക്കെ ഇര പലപ്പോഴും ഈ കുട്ടികളാണ്. ഈ പഠനത്തിൽ പോലും, സ്കൂളുകളിൽ പോലും യഥാർത്ഥത്തിൽ മാതാപിതാക്കളാണ് മത്സരത്തോടെ പഠനത്തെയും അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളായാലും സ്പോർട്സ് ആയാലും എല്ലാം സമീപിക്കുന്നത്. എൻ്റെ മകൻ മികച്ചതാവണം, എൻ്റെ മകൻ മറ്റു കുട്ടിയെക്കാട്ടിയും മുന്നിട്ട് നിൽക്കണം സ്പോർട്സിൽ, അല്ലെങ്കിൽ കലാരംഗത്ത്, അല്ലെങ്കിൽ പഠനത്തിലായിക്കോട്ടെ. ഒരു മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമാണ്. ആ ഒരു മാർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? ചോദ്യങ്ങളായി, ചോദ്യശരങ്ങളായി, അധ്യാപകരോട് ചോദ്യമായി, ദേഷ്യമായി, അല്ലെങ്കിൽ അധ്യാപകരെന്തെങ്കിലും മുൻഗണന മറ്റ് കുട്ടികൾക്ക് കൊടുത്തോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായി. അവർ മനഃപൂർവ്വം തോൽപ്പിച്ചതാണോ, അല്ലെങ്കിൽ മനഃപൂർവ്വം ആ മാർക്ക് വെട്ടിക്കളഞ്ഞാണ്, അവർക്ക് ദേഷ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ഒട്ടനവധി ചിന്തകൾ ഒക്കെ എനിക്കൊന്നും മാതാപിതാക്കളുടെ ഒക്കെ മനസ്സിലൂടെ കടന്നു പോകും. ഒരു മാർക്കിന് വേണ്ടി പോലും അത്രയ്ക്ക് വളരെ മത്സര ബുദ്ധി ഇന്ന് മനുഷ്യർക്കുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വലിയ പ്രതീക്ഷകളാണ് കുട്ടികളെക്കുറിച്ചൊക്കെ. എല്ലാവരും വിചാരിക്കുന്നത് അവരുടെ കുട്ടികൾ വലിയ ബ്രില്യൻ്റ് ആണ്. അപ്പോൾ അവിടെയാണ് ചോദ്യം, ഈ ബ്രില്യൻ്റ് ആയാൽ മാത്രം മതിയോ? ബ്രില്യൻ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ഓർമ്മശക്തി ഉള്ളതുകൊണ്ട്, ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കുമോ, അല്ലെങ്കിൽ വിജയിക്കുമോ, അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുമോ? ഇതൊക്കെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ മാതാപിതാക്കളായാലും കുട്ടികളായാലും ഇതിനെക്കുറിച്ചൊക്കെ, ബുദ്ധിയെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കിനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചിട്ട് നമ്മൾ അമിതമായിട്ട് ആലോചിക്കുകയും നമ്മൾ അമിതമായിട്ട് വിശകലനം ചെയ്യുകയും അമിതമായ പ്രതീക്ഷകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വല്ലാത്ത മാനസിക സംഘർഷം വ്യക്തികളൊക്കെ അനുഭവിക്കാറുണ്ട്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ളവരാണ്. ഇപ്പോൾ ഒരാൾക്കുള്ള കഴിവുകൾ ചിലപ്പോൾ മറ്റേ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും. അതൊരു വലിയൊരു ഘടകമാണ് ഈ തിരിച്ചറിയൽ എന്ന് പറഞ്ഞൊരു കാര്യം. ഒരാളിലുള്ള കഴിവ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളത്. ആ കഴിവ് ചിലപ്പോൾ മറ്റേ ആൾക്ക് കാണില്ല. എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് ഓരോ വ്യക്തിയും ചിലപ്പോൾ പരാജിതനാകുന്നത്. ഈ അവസരത്തിൽ ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വാചകമുണ്ട്. അതൊരു വളരെ ശക്തമായൊരു വാചകമാണ്. എവരിബഡി ഈസ് എ ജീനിയസ് ആൻഡ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ജഡ്ജ് എ ഫിഷ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലൈംബ് എ ട്രീ. അങ്ങനൊരു വാചകമുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ. പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് എല്ലാവരും പ്രതിഭാശാലികളാണ്. ഒരിക്കലും നമ്മളൊരു മത്സ്യത്തിനെ അതിൻ്റെ മരം കയറാനുള്ള കഴിവിനെ ആസ്പദമാക്കി വിലയിരുത്തരുത്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ അയാൾക്കുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വിലയിരുത്താൻ, അല്ലെങ്കിൽ മാർക്കിടാൻ. അയാൾക്കില്ലാത്ത കഴിവിനെ ആസ്പദമാക്കി നമ്മളൊരിക്കലും മാർക്കിടരുത്. എന്ത് കഴിവുണ്ടോ അതിനെ അടിസ്ഥാനമാക്കി വേണം
ഒരാളുടെ കഴിവ് നിർണ്ണയിക്കാൻ. അതുകൊണ്ടാണ് മീനൊരിക്കലും ഒരു വൃക്ഷം കയറാൻ സാധിക്കില്ല. അപ്പോൾ അതിനർത്ഥം ആ മീനിന് കഴിവില്ലെന്നാണോ? മീന് വൃക്ഷത്തിൽ കയറാൻ സാധിക്കില്ല, പക്ഷേ വെള്ളത്തിൽ അത് യഥേഷ്ടം നീന്തി കളിക്കും. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യ ബോധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഈ സാമർത്ഥ്യത്തെക്കുറിച്ചാണ്. ഒരു സമർത്ഥനാണ് എന്ന് പറയുമ്പോൾ അതിന് ഒട്ടേറെ ഘടകങ്ങളുണ്ട്. നമ്മുടെ ഐക്യു മാത്രമല്ല, അറിവും മാത്രമല്ല, കുറേയേറെ കാര്യങ്ങളുടെ ഒരാകത്തുകയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറുക എന്ന് പറയുന്നത്. ഈ പറഞ്ഞ അറിവും നൈപുണ്യവും നിപുണതയും സാമർത്ഥ്യവും വിവേകവും ജ്ഞാനവും നല്ല പെരുമാറ്റവും മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് സമാനുഭാവവും ഒക്കെ ഉണ്ടാവുക, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടെങ്കിലേ ജീവിത വിജയത്തിന് വഴിതെളിക്കും. ഒട്ടേറെ കഴിവുകളും വൈദഗ്ധ്യവും പല പല കാര്യങ്ങൾ അവർക്ക് വൈദഗ്ധ്യം ഉണ്ടായിട്ട് പോലും എത്താൻ സാധിക്കുന്നില്ല, പരിചയമുണ്ടായിട്ട് എത്താൻ സാധിക്കുന്നില്ല, കൈപ്പഴക്കം ഉണ്ടായിട്ടൊന്നും അവർക്ക് വിചാരിച്ച ഇടത്ത് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ മനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു. അങ്ങനെ ഒരു മാനസിക ഘടന ഒരിക്കലും ജീവിതത്തിൽ പ്രയോജനം ചെയ്യില്ല, അത് പിന്നോട്ട് വലിക്കുകയുള്ളൂ. അവിടെ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ജീവിത വിജയം ഒട്ടേറെ കാര്യങ്ങളുടെ ആകത്തുകയാണ്. ഞാനിതെല്ലാം പറയുന്നത് ആദ്യം പറഞ്ഞ് എടുത്തു വരാൻ വേണ്ടിയാണ്. കുട്ടികളെ നമ്മളിങ്ങനെ മാർക്കിൻ്റെ പേരിലും അറിവിൻ്റെ പേരിലും അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസിൻ്റെ പേരിലും ഒക്കെ വിലയിരുത്തുമ്പോൾ അത് മാത്രമാണോ ജീവിത വിജയം? അത് മാത്രമാണോ ഒരാളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്, മുന്നോട്ട് വിജയത്തിലേക്ക് നയിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകും. ചിലർ ആത്മഹത്യ ചെയ്യും. ഒരു കുഞ്ഞു കാര്യത്തിനായിരിക്കും, മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എവിടേക്കോ നമുക്ക് ദൗർബല്യങ്ങളുണ്ട്, എവിടേക്കോ നമുക്ക് പാകക്കുറവുണ്ട്, മനസ്സ് ശക്തമല്ല. അപ്പോൾ അവിടെയും എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലേ? ജീവിതത്തിൽ പരാജയപ്പെടുകയാണ്, ജീവിതം കൊണ്ട് അടിയറ വയ്ക്കുകയാണ്. ആ ഒരവസ്ഥയിലോട്ടൊക്കെ എത്തിച്ചേരും. കുട്ടികളെയൊക്കെ നമ്മൾ മാനസികമായിട്ട് കൂടി ശക്തരാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നേടുന്ന മാർക്കിൽ മാത്രം കാര്യമില്ല. നമ്മൾ വിചാരിക്കാത്ത ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ട് ഒരു വിജയത്തിന് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കഥാസാഗരം അവസാനിപ്പിക്കുന്ന സമയമായി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം, കഥയും കുറച്ച് വിശേഷങ്ങളുമായിട്ട്. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. നിങ്ങളിതുവരെ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.